Hello, welcome back to Handmade by Hasna. ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു മാസ്കിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് കിഡ് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഈ സെയിം പാറ്റേൺ വെച്ച് തന്നെ അഡൾട്ട് സൈസിലും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് പല സൈസസിൽ അളവെടുത്ത് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ മാസ്കിൽ 2 ബേസിക് സ്റ്റിച്ചസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇതുപോലെ കുനിഞ്ഞാണ് ഇരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു കോട്ടൻ്റെ ഫാബ്രിക് ലൈനിങ് പോലെ കൊടുക്കുക, കൈകൊണ്ട് തുന്നി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഞാൻ സാധാരണ ക്രോഷ്യൻ്റെ മാസ്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു അളവും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ ഈ മാസ്ക് ഇങ്ങനെ വെക്കുക, എന്നിട്ട് മാസ്കിൻ്റെ ഷേപ്പിൽ ഫാബ്രിക് കട്ട് ചെയ്തതിന് ശേഷം ആ ഫാബ്രിക്കിൻ്റെ 4 സൈഡും ഉള്ളിലോട്ട് മടക്കിയിട്ട് കൈകൊണ്ട് ഹെം ചെയ്ത് കൊടുത്താൽ മതി. ഈ മാസ്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ ഒന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്കാണിത്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം നോസും മൗത്തൊക്കെ ഉള്ള ഭാഗം ബൾജ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ടൈറ്റായി നിൽക്കാത്തതുകൊണ്ട് തന്നെ ബ്രീത്ത് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ കംഫർട്ടബിളും ആയിരിക്കും. പിന്നെ ഇതിലൊരു പാറ്റേൺ പോലെ ഇങ്ങനെ ലൈൻസും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ യാണാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറിലുള്ള യാണാണ് നമ്മൾ ഈ മാസ്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഹുക്കാണ്. അപ്പോൾ ഹുക്ക് സൈസ് നമ്പർ 4 mm ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഏത് ഹുക്ക് സൈസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഹുക്ക് മാറുമ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടാപ്പസ്ട്രി നീഡിലാണ്. അപ്പം നമ്മൾ തുന്നി എടുക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ എൻഡ്സ് ഒക്കെ ഒന്ന് തുന്നി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു റെഡിമെയ്ഡ് ഡിസ്പോസിബിൾ കിഡ്സ് മാസ്ക് എടുത്തിട്ട് അതിൻ്റെ അളവൊന്ന് നോക്കാം. അപ്പോൾ അത് 5.5 ഇഞ്ചാണ് ഈ ഒരു മാസ്കിൻ്റെ അളവ് വന്നിട്ടുള്ളത്. നമുക്ക് 5 ഇഞ്ചസിൽ വേണമെങ്കിൽ ചെയ്യാം, 5.5 ഇഞ്ചസിൽ ചെയ്യാം, 6 ഇഞ്ചസിൽ ചെയ്യാം. ഇനി അഡൾട്ട് സൈസ് ആണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചസിലും ചെയ്യാം. അപ്പം ഞാൻ യൂഷ്വലി എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നുള്ളത് പറയാം. ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഞാൻ 5 ഇഞ്ചസിലാണ് ചെയ്യാറുള്ളത്. അതിന് വലിയ കുട്ടികളാണെങ്കിൽ 6 ഇഞ്ചിലാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അഡൾട്ട് സൈസ് ആണെങ്കിൽ 7 ഇഞ്ചസിലാണ് ചെയ്യാറുള്ളത്. ഈ സെയിം മെഷർമെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വീതി എടുക്കേണ്ടത് അത്രയും വീതി എടുക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ചൂണ്ട് വിരലിൽ എക്സ് ഷേപ്പിൽ ഇതുപോലെ നൂല് ചുറ്റിയെടുക്കുക. ഇത് ആദ്യം ചുറ്റിയ നൂല്, ഇത് രണ്ടാമത് ചുറ്റിയ നൂല്. ആദ്യം ചുറ്റിയ നൂലിൻ്റെ താഴെ കൂടെ ഹുക്ക് കടത്തി കൊടുത്തിട്ട് രണ്ടാമത് ചുറ്റിയ നൂലിനെ ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു നൂലിനെ വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പ് നോട്ട് റെഡി. ഇനി ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഊരാകുടുക്ക് ചെയ്യുന്ന പോലെ ചെയ്തെടുത്താലും മതി. അതാകുമ്പം ഈസി ആയിട്ട് ചെയ്യാം. ഇനി ചെയിൻ 1 ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളിതേ ഹുക്കിനെ ഇതുപോലെ ഈ ഒരു യാണിനോട് പാരലായിട്ട് പിടിക്കണം. എന്നിട്ട് ഹുക്കിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് യാണിനെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ട് ഇതിന്ന് ഒരു ലൂപ്പ് വലിച്ചിട്ട് ഈ ഹുക്കിൻ്റെ മുകളിൽ ഓൾറെഡി ഉള്ള ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഇതിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഇതേ നമ്മളിങ്ങനെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് ചെയിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടാവുക. ഇതുപോലെ നമുക്ക് 28 ചെയിൻസ് ടോട്ടൽ ചെയ്യണം. 28 ചെയിൻസ് 4 mm ഹുക്ക് സൈസിൽ ചെയ്താലാണ് 6 ഇഞ്ചസിൻ്റെ മാസ്ക് കിട്ടുക. നമ്മൾ 6 ഇഞ്ചസ് ആണല്ലോ ചെയ്യുന്നത്. ഇനി അതിൽ വേരിയേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ മാസ്കിൻ്റെ നീളം വേണ്ടത് അത്രയും ചെയിൻസ് ഇട്ട് കൊടുക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ചെയ്യുന്ന ചെയിൻസിൻ്റെ നമ്പർ 4ൻ്റെ മൾട്ടിപ്ലൈ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പം നമ്മൾ 28 ചെയ്തു, 24 ഓക്കെയാണ്, 20 ഓക്കെയാണ്, 32 ഓക്കെയാണ്. അങ്ങനെ എത്ര ചെയിൻസ് ആണോ ചെയ്യുന്നത് അത് 4ൻ്റെ മൾട്ടിപ്ലൈ തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ 28 ചെയിൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഒരു 6 ഇഞ്ചസ് ഉണ്ട്. ഇത് നമ്മൾ ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 5.5 6 ഇഞ്ചസാണ് ഇതിന് ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി ലെങ്ത്ത് കൂട്ടണം, അഡൾട്ട് സൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ചെയിൻസ് ആണോ നിങ്ങളുടെ ലെങ്ത്ത് വരുന്നത് അത്രയും ചെയിൻസ് ചെയ്യുക. അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി സ്റ്റിച്ചസ് എങ്ങനെയാണ് വരണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ എത്ര ചെയിൻസ് ആണോ ചെയ്യുന്നത് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പം 14 വരും.
അപ്പോൾ 14 സ്റ്റിച്ചസ് നമ്മളുടെ മാസ്കിൻ്റെ നടുവിൽ വരിക. പിന്നെ രണ്ട് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് ചെയ്യേണ്ടത് ഈ 14 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പം 7 ആണല്ലോ വരിക. അപ്പോൾ 7 സ്റ്റിച്ചസ് റൈറ്റ് സൈഡിലും 7 സ്റ്റിച്ചസ് ലെഫ്റ്റ് സൈഡിലുമാണ് വരിക. അപ്പോൾ എത്ര നമ്പറാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിലും അതിനെ ഡിവൈഡഡ് ബൈ 2 എഗെയിൻ ഡിവൈഡഡ് ബൈ 2. അപ്പം ആദ്യം ഡിവൈഡ് ചെയ്ത നമ്പർ നടുവിലും പിന്നീട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ നമ്പർ രണ്ട് സൈഡിലാണ് വരിക. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കൊരു ചെയിൻ 1 ചെയ്യണം. ഈ ചെയിൻ 1 എന്ന് പറയുന്നത് നമ്മുടെ ടേണിങ് ചെയിനാണ്. ഇത് നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിളിൽ എത്ര ചെയിൻസ് ചെയ്താലും അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടേണിങ് ചെയിൻ ചെയ്യണം നിർബന്ധമായിട്ടും. അതായത് ചെയിൻ 1 ചെയ്യണം, അത് കൂട്ടാതെ കേട്ടോ, ഇത് എക്സ്ട്രാ വേറെ. അപ്പോൾ 28 പ്ലസ് 1 ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് 29th ചെയിനാണ്. അപ്പോൾ 24 ആണെന്നുണ്ടെങ്കിൽ +1, അപ്പോൾ 25th ചെയിൻ എന്നുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ സിംഗിൾ ക്രോഷ്യയും ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ഈ മാസ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും, വീണ്ടും സിംഗിൾ ക്രോഷ്യ ചെയ്യും. ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അത് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ വന്നിട്ട് സിംഗിൾ ക്രോഷ്യ ഈ രണ്ട് സൈഡിൽ നേരത്തെ പറഞ്ഞല്ലോ 7 എണ്ണം വെച്ചിട്ട് ഈ രണ്ട് സൈഡിൽ ചെയ്യും. പിന്നെ 14 ഹാഫ് ഡബിൾ ക്രോഷ്യ നടുവിലും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് 14 ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ ഈ അറ്റത്ത് രണ്ട് സൈഡിലും 7 സിംഗിൾ ക്രോഷ്യ. പിന്നെ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ചെയിനാണ്. ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് പോണത്. ആദ്യത്തെ ടേണിങ് ചെയിന് സ്കിപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ചെയിനിലേക്ക് നമ്മുടെ ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ആണെന്ന് ഒരു ലൂപ്പ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഇതിനുള്ളിലൂടെ ഒന്ന് വലിച്ച് പുറത്തെടുക്കുക. ഇപ്പം ഈ ഹുക്കിന് മുകളിൽ 2 ലൂപ്സ് ഉണ്ട്. ഇനി ഇവിടെ നിന്നൊരു ലൂപ്പ് എടുത്തിട്ട് ഈ 2 ലൂപ്സിന് ഉള്ളിലൂടെ വലിക്കണം. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയാണ്. ഇതുപോലെ 6 സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. ടോട്ടൽ 7 സിംഗിൾ ക്രോഷ്യയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത 6 സ്റ്റിച്ചസിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ, സിക്സ്ത്, സെവൻത്ത്. അപ്പോൾ നമ്മൾ 7 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് 14 ചെയിൻസിലും നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്റ്റിച്ചിലേക്ക്, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ ഹുക്കിനെ കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിനുള്ളിലേക്ക് ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേ ഈ ആണെന്ന് ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിന് മുകളിൽ 3 ലൂപ്സ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ലൂപ്പ് എടുത്തിട്ട് ഈ 3 ലൂപ്സിനുള്ളിലൂടെ ഒരുമിച്ച് വലിക്കുക. ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഇനി സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. തേർഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ടോട്ടൽ 14 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇത് നമ്മൾ 28 സ്റ്റിച്ചസ് ബേസ് ചെയിനായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് 14 എണ്ണം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര ചെയിൻസ് ആണ് എടുക്കുക അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കിട്ടുന്ന അത്രയും ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യേണ്ടത്. 9th ഹാഫ് ഡബിൾ ക്രോഷ്യ, 10th ഹാഫ് ഡബിൾ ക്രോഷ്യ, 11th ഹാഫ് ഡബിൾ ക്രോഷ്യ, 12th ഹാഫ് ഡബിൾ ക്രോഷ്യ, 13th ഹാഫ് ഡബിൾ ക്രോഷ്യ, 14th ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇപ്പം നമ്മൾ 14 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 7 സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. 7 ചെയിൻസ് ഇനി ബാക്കിയുള്ളൂ. അതിൽ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെയിൻ 1 ചെയ്യണം. ഇത് നമ്മുടെ ടേണിങ് ചെയിനാണ്.
ചെയിൻ 1. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇനി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇനി നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇതേപോലെയാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോണത്. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത സെയിം തന്നെയാണ് ഈ സെക്കൻഡ് റൗണ്ടിലും ചെയ്യുന്നത്. ആദ്യത്തെ 7 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, പിന്നത്തെ 14 സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നത്തെ 7 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്. അപ്പം നമ്മൾ താഴെ ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ. അതിന് മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സിംഗിൾ ക്രോഷ്യ, സെവൻത്ത് സിംഗിൾ ക്രോഷ്യ. ഇനി റൗണ്ട് 1 ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് 14 സ്റ്റിച്ചിലേക്കും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത്, 10th half double crochet, 11th, 12th half double crochet, 13th half double crochet and 14th half double crochet. അപ്പോൾ 14 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് 7 സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അപ്പോൾ ഇത് ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റൗണ്ട് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ ചെയ്ത പോലെ തന്നെ 7 സിംഗിൾ ക്രോഷ്യ, 14 ഹാഫ് ഡബിൾ ക്രോഷ്യ, 7 സിംഗിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ചെയ്യുക. എന്നിട്ട് ആ റൗണ്ട് 3 അവസാനിക്കുമ്പം ചെയിൻ 1 ചെയ്തിട്ട് ടേൺ ചെയ്യുക. എഗെയിൻ ഫോർത്ത് റൗണ്ടിൽ 7 സിംഗിൾ ക്രോഷ്യ, 14 ഹാഫ് ഡബിൾ ക്രോഷ്യ, 7 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓരോ റൗണ്ട് അവസാനിക്കുമ്പോഴും ഓരോ ചെയിൻ ഇട്ടിട്ട് ടേൺ ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ആ റൗണ്ട്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അതേ ഞാൻ മാസ്കിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 11 റൗണ്ട്സാണ് ടോട്ടൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഫസ്റ്റ് 2 റൗണ്ട്സ് നമ്മൾ ചെയ്തത് കണ്ടു. അത് കഴിഞ്ഞിട്ട് 9 റൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ, നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത 2 സൈഡ്സും കുറവും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള ഭാഗം കണ്ടില്ലേ, കുറച്ച് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കപ്പ് പോലെ ഇങ്ങനെ ബൾജ് ചെയ്താണ് ഫ്രണ്ട് സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് നല്ലതാണ് ശരിക്കും മാസ്കിന് ഈ ഒരു ഷേപ്പ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ചെവിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള 2 വള്ളിയും കൂടെ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചെറിയ മോനക്ക് വേണ്ടിയിട്ടാണ് ഈ മാസ്ക് ചെയ്യുന്നത്. അപ്പം 20 ചെയിൻസ് ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു 4 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 25 to 30 ചെയിൻസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അളവിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലത് കേട്ടോ. അപ്പം ഓരോരുത്തരുടെയും മുഖത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം എത്ര ചെയിൻസ് ചെയ്യണമെന്ന്. ചെയിൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഭാഗത്തുള്ള ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ഇനിയുള്ള എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാസ്കിന് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഈ ഒരു ലൈനിൻ്റെ എൻഡ് വരെയും സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു ലൈനിലെ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതേ അവസാനത്തെ സ്റ്റിച്ചാണ് ഇപ്പം ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മറ്റേ സൈഡിൽ ചെയ്ത പോലെ തന്നെ
എത്ര ചെയിൻസ് ആണോ ആ സൈഡിൽ ചെയ്തത് അതേപോലെ ഈ സൈഡിലും അത്രയും ചെയിൻസ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 20 ചെയിൻസ് ആണ് ചെയ്തത്, ഈ ഭാഗത്തും 20 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിൽ നേരത്തെ ജോയിൻ ചെയ്തതുപോലെ തന്നെ ഇത് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ലൈനിലും കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇനി സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്തിട്ട് നമ്മൾ യാൺ കട്ട് ചെയ്ത് എക്സ്ട്രാ യാണൊക്കെ നമുക്ക് സൂ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ലൈനും കൂടെ കംപ്ലീറ്റ് ആയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് ആ ഒരു 2 സൈഡും ഒന്നുകൂടെ ഒന്ന് ടൈറ്റായി നിൽക്കും, നല്ലൊരു ഫിനിഷിങ്ങും ഉണ്ടാകും. അപ്പോൾ ഇതുവരെയും നമ്മൾ ഇനി സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത് അവസാനത്തെ സിംഗിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ലാസ്റ്റ് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനെ എൻഡ് ചെയ്യാം. അപ്പോൾ ഇതേ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇനി ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഈ ത്രെഡിനൊന്ന് വലിച്ചതിന് ശേഷമാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ത്രെഡിനൊന്ന് ഇതിനുള്ളിലൂടെ വലിച്ച് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, നമ്മളുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു നോസും മൗത്തൊക്കെ വരുന്ന ഭാഗം ബൾജ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. ഇനിയിപ്പം ഈ ഒരു എക്സ്ട്രാ യാണിനൊക്കെ നമുക്കൊരു ടാപ്പസ്ട്രി നീഡിൽ എടുത്തിട്ട് അകത്തോട്ട് സൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മാസ്കാണ്. അപ്പം ഇതിൽ അഡൾട്ട് സൈസും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആ ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ കൂടുതൽ ചെയിൻസ് എടുത്ത് ചെയ്താൽ മതി. അതുപോലെ തന്നെ കളേഴ്സും കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.